സർ സി.പി. തിരുവിതാംകൂർ ചരിത്രത്തിൽ. ചരിത്രം. രചന പ്രൊഫസർ എ. ശ്രീധരമേനോൻ. ശബ്ദം നൽകുന്നത് കെ. ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC Books 2021, എ DC Books പ്രൊഡക്ഷൻ. അധ്യായം 1. തിരുവിതാംകൂർ ബന്ധം. ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടമാണ് 1931 മുതൽ 1947 വരെയുള്ള 16 വർഷങ്ങൾ. സാമൂഹിക പുരോഗതിയുടെയും ഭരണ പരിഷ്കാരങ്ങളുടെയും സാമ്പത്തിക വികസനത്തിന്റെയും അതോടൊപ്പം രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെയും നാളുകളായിരുന്നു അത്. വിഖ്യാത രാജ്യതന്ത്രജ്ഞനും ഭരണകർത്താവുമായ സർ സി.പി. രാമസ്വാമി അയ്യർ ഭരണരാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞുനിന്ന കാലം 1931 മുതൽ 1936 വരെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറായും 1936 മുതൽ 1947 വരെ ദിവാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഭരണം കാര്യക്ഷമമാക്കാനും സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് ഗതിവേഗമേകാനും വ്യവസായവത്കരണം ത്വരിതപ്പെടുത്താനും സർ സി.പി. കൈക്കൊണ്ട സുധീരവും ദീർഘവീക്ഷണപരവുമായ നടപടികൾ തിരുവിതാംകൂറിനെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ മുൻനിരയിലെത്തിച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് അംഗീകാരവും കിട്ടി. പക്ഷേ ഇക്കാലത്ത് തിരുവിതാംകൂറിനെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ നേരിടാൻ സി.പി. രൂപം കൊടുത്ത നയപരിപാടികൾ അദ്ദേഹത്തെ ഒരു വിവാദ പുരുഷനാക്കി തീർത്തു. സി.പി. മർദ്ദകവീരനെന്നും അദ്ദേഹത്തിന്റെ ഭരണം കിരാത ഭരണമെന്നും വിശേഷിപ്പിക്കപ്പെട്ടു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉത്തരവാദ ഭരണ പ്രക്ഷോഭണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 1946 ഒക്ടോബറിൽ നടന്ന പുന്നപ്ര വയലാർ സമരവും അടിച്ചമർത്തിയത് സർ സി.പി.യെ ഒരു സ്വേച്ഛാധിപതിയായി ചിത്രീകരിക്കാൻ കാരണമായി. ദിവാൻ ഭരണം അവസാനിക്കാറായപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂറിന്റെ വക്താവായി പ്രത്യക്ഷപ്പെട്ട സർ സി.പി.ക്കെതിരെ സംസ്ഥാനത്തിനകത്തും പുറത്തും ജനരോഷം ആളിക്കത്തി. ഈ രോഷത്തിന്റെ ബഹിർസ്ഫുരണമായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തിരുവിതാംകൂർ അന്തിമമായി തീരുമാനിക്കുന്നതിന് മുൻപ് 1947 ജൂലൈ 25 അദ്ദേഹത്തിന് നേർക്കുനടന്ന വധശ്രമം. തീർത്തും അസുഖകരമായ സാഹചര്യത്തിൽ 1947 ആഗസ്റ്റ് 19 ദിവാൻ പദം രാജിവെച്ച് രാജ്യം വിട്ടുപോകാനും അദ്ദേഹം നിർബന്ധിതനായി. സന്തുലിതമായൊരു സമീപനത്തിന്റെ ആവശ്യകത. സർ സി.പി.യുടെ വ്യക്തിത്വത്തെയും പ്രവർത്തനങ്ങളെയും അദ്ദേഹം മുഖ്യ കഥാപാത്രമായിരുന്ന സംഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നാളിതുവരെ പുറത്തുവന്നിട്ടുള്ള കൃതികളിൽ ഏറിയ കൂറും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ രചിച്ചവയാണ്. അവയിലെ വിലയിരുത്തലുകൾ സ്വാഭാവികമായും വസ്തുനിഷ്ഠമോ നിഷ്പക്ഷമോ അല്ല. സർ സി.പി.യുടെ ഭരണത്തിലെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും ആവശ്യത്തിലേറെ പ്രാധാന്യം നൽകുകയും നേട്ടങ്ങളെ പാടെ അവഗണിക്കുകയുമാണവർ ചെയ്തത്. നേട്ടങ്ങൾക്കുള്ള ബഹുമതി മഹാരാജാവിനും കോട്ടങ്ങൾക്കുള്ള ദുഷ്പേര് ദിവാനും നൽകിക്കൊണ്ടുള്ള ഒരിരട്ടത്താപ്പ് സമീപനമായിരുന്നു അവരുടേത്. അസത്യങ്ങൾക്കും അർത്ഥസത്യങ്ങൾക്കും പ്രാധാന്യം നൽകിയതുമൂലം അക്കാലത്തെ ചരിത്രരചന വികലമായി. സർ സി.പി. വെറുമൊരു വില്ലനായി മാത്രം ചിത്രീകരിക്കപ്പെട്ടു. സർ സി.പി.യുടെ ഭരണ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ശരിയായ കാഴ്ചപ്പാടിലൂടെ വീക്ഷിക്കുകയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മുൻ മുഖ്യമന്ത്രി സി. അച്യുതമേനോൻ ചരിത്രപരമായ ഉൾക്കാഴ്ചയോടെ സർ സി.പി.യുടെ സേവനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ ഒരു പരാമർശം ഇത്തരുണത്തിൽ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. ചരിത്രത്തോട് സത്യസന്ധത കാട്ടണം എന്ന ശീർഷകത്തിൽ ജനയുഗം വാരികയ്ക്കു വേണ്ടി എഴുതിയതും അച്യുതമേനോന്റെ അവസാന ലേഖനം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തൃശൂർ നിന്നുള്ള എക്സ്പ്രസ് ദിനപത്രം 1991 ആഗസ്റ്റ് 23 പുനഃപ്രസിദ്ധീകരിച്ചതുമായ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കട്ടെ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ചരമം പ്രാപിച്ചപ്പോൾ കേരളത്തിലെ പത്രങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ അപദാനങ്ങളെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ നിലയ്ക്കാത്ത ഒരു പ്രവാഹമാകുന്ന അദ്ഭുതകരമായ കാഴ്ച കാണാൻ സംഗതിയായി. ഭ്രാന്തമായ ആ കുത്തൊഴുക്കിൽ നല്ലവണ്ണം അറിയപ്പെട്ട
Sample complete. Ready to continue?